സൗജന്യമായിട്ട് നെറ്റ് വിളമ്പിയ കാലം. പിന്നെ വിവിധ ഗ്രൂപ്പുകളായി, മദ്ഹ് ആസ്വാദന ഗ്രൂപ്പുകളായി. ആ മദ്ഹ് ആസ്വാദന ഗ്രൂപ്പിൽ ലിംഗഭേദമില്ലാതെ പലരും മെമ്പർമാരായി. അവരൊക്കെ ഇങ്ങനെ അവരുടേതായ പാട്ടിടൽ തുടങ്ങി, അതിന് അഭിപ്രായം പറയൽ തുടങ്ങി. പിന്നെ അഭിപ്രായം PM-ലേക്ക് പോയി, കുടുംബം തകർന്നു, പലർക്കും പാടില്ലാത്ത ബന്ധങ്ങളുണ്ടായി. മദ്ഹിന്റെ പേരിൽ തോന്നിയാസങ്ങൾ അരങ്ങേറി. അതിന്റെ ഭാഗമാണ്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു നല്ല പാട്ടുകാരൻ കുട്ടി കല്യാണം കഴിച്ചപ്പോൾ ആഷിക്കാത്തുകൾ മൊത്തം ഹൃദയം പൊട്ടി തകർന്നു. അന്ന് അയാളുടെ കവിതക്ക് ചുവട്ടിലൊക്കെ കമന്റുകൾ ആഷിക്കാത്തുകൾ നിറച്ചു. ഇന്ന് കുറെ ആഷിക്കാത്തുകളുടെ ഹൃദയം പൊട്ടണ ദിവസമാണ്. ഒരു കാര്യം ഉണ്ടായിട്ടല്ല, വെറുതെ പൊട്ടുക. ഏതോ ഒരുത്തന്റെ കല്യാണം നടക്കണേന് ഇവിടെ പൊട്ടേണ്ട കാര്യം എന്താണ്? ആ കുട്ടിക്ക് എല്ലാരെയും ഒന്നിച്ച് കെട്ടാൻ കഴിയും. ചിലവരോ ഉള്ളിലിരിപ്പ് ചില ആഷിക്കാത്തർ വെളിപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളോടൊപ്പം ജീവിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ വിധിച്ചതല്ലേ നടക്കൂ, കൊതിച്ചത് നടക്കൂലല്ലോ. അപ്പൊ പാട്ടും കേട്ടിട്ട് മുഖത്ത് നോക്കി കൊതിച്ചിരിക്കുകയായിരുന്നു. മംദൂഹല്ലായിരുന്നു പ്രധാനം, മാദിഹ് മാത്രം.